ഇന്നൊരു വെറൈറ്റി ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. വെറൈറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരുപാട് പേര് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ബുക്ക് മാർക്കാണ്. ഒരു സ്റ്റാർ ഷേപ്ഡ് ബുക്ക് മാർക്ക്. ഈ സ്റ്റാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നുന്നു അല്ലേ? ഒരിടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊന്നും ഒരിക്കലും ഔട്ട് ഓഫ് ട്രെൻഡ് ആവില്ലല്ലോ. അതല്ലെങ്കിലും എന്റെ കാര്യം പറഞ്ഞ എല്ലാ സാധനങ്ങളുടെയും ട്രെൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. അതിപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഒരു പാട്ട് വൈറലാവുന്നത് തൊട്ട് വേറെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം വൈറലാവുന്നത് ഏതായാലും ഞാൻ അറിയുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഈ ഇടയ്ക്കാണ് ഈ കുനാഫ ചോക്ലേറ്റ് വൈറലായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്നെപ്പോലെ ഈ ട്രെൻഡിങ് ഒക്കെ അറിയാൻ കുറച്ച് വൈകുന്ന ട്യൂബ് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ സ്റ്റാറിലോട്ട് തിരിച്ചു വരാം. അപ്പൊ അതൊരു പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയൊക്കെ മടക്കി മടക്കി ഒന്ന് സ്റ്റാർ ആയിട്ട് ഉണ്ടാക്കി എടുക്കണം. പിന്നെ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, എന്തായാലും തെറ്റും. ഒരു 5-6 ആകുമ്പോഴത്തേക്കും ശരിയായിക്കോളും. അപ്പൊ ആദ്യം ഉണ്ടാക്കുമ്പോൾ തെറ്റിയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോരുത്. കുറച്ചധികം ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് വേറൊരു ചെറിയ കഷ്ണം പേപ്പർ വേണം. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് അതിന്റെ മേലേന്ന് ഇതുപോലെ 2 പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് അവിടെയാണ് നമ്മൾ ഈ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വെക്കാൻ വേണ്ടി കുറച്ച് നീളത്തിൽ ഒരു പീസ് കൂടി വേണം. അത് വേറൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വേറൊരു കളർ എടുത്തു. നിങ്ങൾക്ക് സെയിം കളറോ വേറെ കളറോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ ഇങ്ങനെ 2 സൈഡ് ഒരു ഭംഗിക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബുക്ക് മാർക്ക്. കാണാൻ ക്യൂട്ട് അല്ലേ? നമ്മുടെ ട്രഡീഷണൽ സാധാരണ ബുക്ക് മാർക്കിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.